ഒരു വിഷയത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു അബ്രഹാം മുതൽ അബ്രഹാം വരെ. അബ്രഹാമേ, അബ്രഹാമേ, പിതാവേ, അരുൾ ചെയ്തത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിന് മോറിയ ദേശത്ത് ഞാൻ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്ത് പോയി എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. അങ്ങയുടെ ഇഷ്ടം പോലെ. ഇസഹാക്ക്, മകനെ ഇസഹാക്ക്. എന്താ അപ്പാ? മകനെ, നമുക്ക് മോറിയ മലയിൽ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കണം. അപ്പന്റെ ഇഷ്ടം പോലെ. അപ്പ, ദിനം വരുന്നുണ്ട്. യാഗത്തിനുള്ള ആട്ടിൻകുട്ടിയുടെ യഹോവയില്ലേ മകനെ, ദൈവം കരുതിക്കൊള്ളും. മകനെ, ഹോമയാഗത്തിനുള്ള വസ്തു നീ തന്നെയാണ്. അവിടുത്തെ ഇഷ്ടം പോലെ അപ്പ. അബ്രഹാമേ, അബ്രഹാമേ, ബാലിന്റെ മേൽ കൈ വെക്കരുത്. അബ്രഹാം, ബഹുജാതികളുടെ പിതാവ്, ദൈവത്തോടുള്ള സ്നേഹം മൂലം ഏകജാതനായ സ്വപുത്രനെ പോലും ബലി കഴിക്കുവാൻ ഒരുങ്ങിയ വിശ്വാസികളുടെ പിതാവ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള അബ്രഹാമിൽ നിന്നും ആധുനിക യുഗത്തിലെ അബ്രഹാമിലേക്ക് എത്തുമ്പോൾ ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ദൈവത്തിന് മാറ്റമില്ല. നമ്മിലെ അബ്രഹാമിനെ ഞങ്ങൾ തുടരട്ടെ. എന്റെ ദൈവമേ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ പോക്ക് കണ്ടില്ലേ? താഴോട്ട് താഴോട്ട് താഴോട്ട്. ഇങ്ങനെയായോ എന്റെ കാര്യം പോക്കാണല്ലോ. കർത്താവേ, ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഒന്നും തരുവാൻ കാണുകയില്ല. പിന്നെ എന്നോട് വിഷമം തോന്നരുത് കേട്ടോ. അബ്രഹാമേ, 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 ഇതാരാ എന്നെ വിളിക്കുന്നത്? ദൈവമാണോ? സാറാണേ, ഒരു സാറാണേ. അപ്പത്താരെ വന്നിട്ടുണ്ടോ? എന്നതാ മനുഷ്യ, എന്തിനാ എവിടെ കിടന്ന് അലച്ചു പോകുന്നേ? എടി, നിന്നെ വിളിക്കുമ്പോൾ എന്താ വരാൻ നിനക്ക് താമസം? ഞാൻ നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ സാറാമേ സാറാമേ എന്ന് വിളിക്കരുതെന്ന്. പള്ളി സാറോ? എന്തിനാ ചായ എന്നെ വിളിച്ചത്? എടി, എന്നെ ആരോ അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. നീ ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ചതാണോ? സ്വർഗത്തിൽ നിന്ന്? അത് നിങ്ങൾ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. അല്ല, ഇത് പറയാനായിട്ടാണോ നിങ്ങൾ എന്നെ വിളിച്ചത്? അതല്ലടി. നീ എവിടെ പോകാനായിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്? ഓ, നിങ്ങൾ മറന്നുപോയോ? ഇന്നല്ലേ നമ്മുടെ പള്ളിയുടെ ക്രിസ്മസ് പ്രോഗ്രാം? ഞാൻ അതിന് പോകാനായിട്ട് ഒരുങ്ങിയതാ. ഇത് പോരെ? ആ, മതി മതി. അബ്രഹാമേ, അബ്രഹാമേ, നീ സ്നേഹിക്കുന്നു നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിന് മോറിയ ദേശത്ത് ഞാൻ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്ത് പോയി എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. എന്റെ കർത്താവേ, നീ എന്തായി പറയുന്നത്? ഞാൻ അതെങ്ങനെ ചെയ്യും? ചെയ്യുവാനില്ല പല ദൈവവും ഉണ്ടായി ഞാൻ നശിച്ചു പോയ. അയ്യോ, എന്റെ വീട്, എന്റെ ഫെറാറി, എന്റെ കമ്പനി, ഈ സമ്പത്ത്
ഞാൻ ജീവിച്ചിരുന്നത് എന്ത് പ്രയോജനം? അതിന് ഭേദം അവന് വ്യതികരിക്കുന്ന. ഇതൊക്കെ പറഞ്ഞാലും ഐസക് എവിടെയാണ്? അവനിവിടെയൊന്നും കാണുന്നില്ലല്ലോ. സാറു, എടി സാറാണ്, നമ്മുടെ മകൻ ഐസക് എവിടെയായി? അവൻ രാവിലെ ഒരു ബോളുമായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, who is this? എടാ മോനെ, പപ്പയാടാ. ഓ, പപ്പയോട് പറഞ്ഞില്ലേ കളിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. ഐസകേ, നീ ഇങ്ങോട്ടൊന്ന് വേഗം വന്നേ. ഇപ്പോൾ വരാൻ പറ്റത്തില്ല. അങ്ങനെ പറയാതാ, ഞാൻ ഇവിടെ ജീവൻ മരണ പോരാട്ടത്തിലാണ്. എന്തോ മമ്മിയുടെ കയ്യിൽ ഇടി മേടിച്ചോ? പപ്പയ്ക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണമടാ. എന്തിനാ? നമുക്ക് ഒരു സ്ഥലം വരെ പോകണമടാ. എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല. എടാ മോനെ, ഞാൻ നിനക്ക് ഐഫോൺ 6 മേടിച്ചു വെച്ചിട്ടുണ്ടാ. ഐഫോൺ 6ഓ? ഞാനിതാ എത്തി. ആ, നീ എത്തിയോടാ. നിനക്ക് വിശക്കുന്നുണ്ടോടാ മോനെ? നീ വല്ലതും കഴിച്ചോ? ആ, അതവിടെ നിൽക്കട്ടെ. എന്റെ ഐഫോൺ 6 എവിടെയാ? നമുക്ക് മൗണ്ട് മോറിയ വരെ ഒന്ന് പോകാം. Don't make me mad. അപ്പന്മാരെ ആയുള്ള വാക്ക് പാലിക്കണം. അങ്ങനെ പറയാതാ, പോയിട്ട് വേഗം വരാം. മൗണ്ടിനോ? ഞാനോ? എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്റെ അപ്പനല്ലേ. ഞാൻ എങ്ങോട്ടേ ഇല്ല, എനിക്ക് പറ്റത്തില്ല. ഒന്ന് വാടാ. I told you, ഞാൻ എങ്ങും വരത്തില്ല. നീ വന്നേ പറ്റൂ. ഞാൻ വരില്ല. നീ വരില്ലേ? നിന്നെ ഇന്ന് ഞാൻ I told you 1,000 times, don't try to beat me. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അയ്യോ സാറാണോ? എടാ മോനെ, ഇസഹാക്കെ, അപ്പന്റെ മേൽ കൈവെക്കരുത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കി